മെമ്പറെ, എന്റെ ശുക്കൂറിന്റെ ബാപ്പാനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടു തന്നാ മതി. നിന്റെ ശുക്കൂറിന്റെ മാത്രമല്ല, എന്റെ അബൂന്റെ കൂടെ ബാപ്പയാ. എന്റെ മോനെ മാത്രം ബാപ്പയല്ലേ. ഇനി ഇതിന്റെ പേരിൽ ഒരു കടിപിടി വേണ്ട. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, തങ്കപ്പൻ ചേട്ടൻ ചെന്നൈ ചെന്ന് നാടകം അവതരിപ്പിക്കുക. ഏതാ നാടകം? പാഞ്ചാലി ശബദം. തങ്കപ്പൻ ചേട്ടനാ ദുശാസനൻ. ചേട്ടൻ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന രംഗം അവതരിപ്പിച്ചോണ്ടിരിക്കുക. പാവം പാഞ്ചാലി. അതിനിടയിൽ കാണാനിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്കൊന്ന് നോക്കി. അപ്പൊ ദേണ്ടിരിക്കുന്നു നമ്മുടെ കുഞ്ഞിക്കാതരൻ. എവിടെ ചെന്നൈയിലോ? എന്നായിരുന്നു? കഴിഞ്ഞ മാസം മുഴുവൻ മെമ്പറിന്റെ ഭർത്താവ് തങ്കപ്പൻ കവലയിലെ ആലിൻചോട്ടിലിരുന്ന് 28 കളിക്കുന്നത് എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. പുള്ളി പറയാതെ മെമ്പറെ, പുള്ളി പറയാതെ. അയ്യോ, ഞാൻ സത്യം പറഞ്ഞത്. അല്ല പ്രതിപക്ഷ നേതാവേ, നമുക്ക് ഈ കാര്യം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണം. ചെന്നൈയിലേക്ക് ഒരു അന്വേഷണ സംഘം പോകണം. മെമ്പർ ഞാനും ഒക്കെ അടങ്ങുന്ന ഒരു അന്വേഷണ സംഘം. ഓ, അപ്പോ അതാണ് സംഗതി. എന്റെ കുമാരൻ ചേട്ടാ, ഇപ്പൊ ചെന്നൈയിലെ ആടിമാസം. ചെന്നൈ ചെന്ന സാരികൾക്കൊക്കെ എന്താ വിലക്കുറവ്. 1000 രൂപയ്ക്ക് 5 പട്ടുസാരി കിട്ടും. വാർഡ് പൊക്കിയപ്പോഴേ സംഗതി പിടികിട്ടി. സതി മെമ്പറെ, ഇപ്പോ ഇവിടുത്തെ പ്രശ്നം ഈ നിൽക്കുന്ന മനോഹരനാണ്. ഈ മനോഹരന് ഒരു കൊച്ചു പൊടിപ്പ് മില്ല് തുടങ്ങണം. അതിന് സതി മെമ്പർ സഹായിച്ചേ പറ്റൂ. കുറെ പാവങ്ങൾക്ക് തൊഴിൽ കിട്ടുന്ന പരിപാടിയാ. അങ്ങനെ പുതിയ പുതിയ പരിപാടികൾ വരേണ്ടത് നാടിന്റെ പുരോഗതിക്ക് അത്യാവശ്യമാണല്ലോ. എങ്കിലല്ലേ സോഷ്യലിസം വരൂ. ആട്ടെ, ഈ അനുമതിയുടെ കാര്യം അതെങ്ങനെയാ? എന്തോ തടയണം. 5000. തമാശ പറയാതെ മെമ്പറെ, തരക്കേടില്ലാത്തൊരു സാരിക്ക് കൊടുക്കണം 10000. അപ്പോ 50,000. അത് ഇത്തിരി കൂടുതലല്ലേ? അതൊരു കൂടുതലുമല്ല. ആട്ടണ്ടേ, പൊടിക്കണ്ടേ? അങ്ങനെയെങ്കിൽ അങ്ങനെ മനോഹരന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായ ഉടൻ തന്നെ കുഞ്ഞിക്കാതന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. വേണമെങ്കിൽ ഒരു CBI അന്വേഷണം ആവശ്യപ്പെടാനും ഞങ്ങൾ തയ്യാറാണ്. മെമ്പർ ഒന്നിനും വന്നേ. ഇങ്ങോട്ട് വാ മെമ്പർ, ഒരു കാര്യം പറയാനാ. ഇങ്ങോട്ട് വാ, വന്നേ, ഞാൻ പറയട്ടെ. കാര്യം പറയട്ടെ. അതെ, നമ്മളിങ്ങനെ പ്രസിഡന്റ് രാജിവെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ. ഇതിപ്പോ നല്ലൊരു അവസരമാ. ഓടാതെ മേരി മെമ്പറേ, ഈ ആട്ടിന്റെ കൂടെ അല്ലാതെ മേരി മെമ്പറെ ഒന്നും കാണാൻ കിട്ടത്തില്ലല്ലോ. ഒരു കുഞ്ഞിക്കാല് കാണാത്തതിന്റെ വിഷമം അറിയാത്തതേ ഇവളുള്ളത് കൊണ്ടാ. ഓ, പഞ്ചായത്ത് അംഗങ്ങളെല്ലാം ചായക്കടയിലുണ്ടല്ലോ. എന്താണെന്ന് നോക്കാം. ഇങ്ങോട്ട് വാ. എന്താണോ താൻ പറയുന്നത്? എന്റെ പൊന്നു മെമ്പറെ, ബുദ്ധി വേണം, ബുദ്ധി. മനോഹരം വിഷയത്തിൽ ഒരു വോട്ടെടുപ്പ് നടന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പരാജയപ്പെടും. കാരണം നമ്മൾ 4, അവരും 4. ആ സതി മെമ്പർ കൂടെ നമ്മുടെ കൂടെ ചേരുമ്പോ നമ്മൾ 5 പേരാവില്ലേ? മനോഹരം വിഷയം നമ്മൾ വോട്ടിലെത്തിക്കണം. അത് കൊള്ളാം. ആർക്കിട്ടാ രാവിലെ പണി? നടക്കട്ടെ. ഭൂരിപക്ഷം തികയാതെ നമ്മുടെ തീരുമാനം പ്രസിഡന്റ് അംഗീകരിക്കുന്നു. അതെ, അതോടെ പ്രസിഡന്റിന് പ്രസിഡന്റായി തുടരാനുള്ള ധാർമ്മിക അവകാശവും ഇല്ലാതാകുന്നു. അത് തന്നെ മെമ്പറിന് ഇപ്പൊ കാര്യം പിടികിട്ടി. ആസ്ഥാനത്ത് ഒരു ആലി കിളർത്താലേ അതും തണലാണെന്ന് പറയുന്ന നമ്മുടെ പ്രസിഡന്റിന് എന്തോന്ന് ധാർമ്മിക ഉത്തരവാദിത്വ. പക്ഷേ ഇത്രയും നല്ലൊരു അവസരം ഇനി നമ്മുടെ കൈക്ക് കിട്ടില്ല. സംഗതി നിങ്ങൾ പറയുന്നൊക്കെ ശരിയാ. പക്ഷേ പ്രസിഡന്റ് രാജി വെച്ചില്ലെങ്കിലോ? ആള് നമ്മുടെ പ്രസിഡന്റാ. രാജി വെച്ചില്ലെങ്കിൽ പ്രസിഡന്റിന്റെ രാജിക്കായി നമ്മൾ സമരം ചെയ്യും.
ഈ ചാത്തനാപുരത്തെ കിടിലം കൊള്ളിക്കുന്ന സമരമുറകളുമായി നമ്മൾ കളം നിറയും. ഓ പിന്നെ നടന്നത് തന്നെ. വെറുതെ മനക്കോട്ട് കെട്ടരുതേ. നിങ്ങളുടെ ഒരു നമ്പരും നമ്മുടെ പ്രസിഡന്റിന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. ആ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പ്രസിഡന്റിനോട് പറയാൻ പോകത്തില്ല. അതോർത്ത് നിങ്ങൾ പേടിക്കാൻ വേണ്ട. എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടല്ലോ. എന്തോ ഗൂഢാലോചന നടക്കുക. സതിമെമ്പറെ ചാക്കിടാനുള്ള ഗൂഢാലോചന ആയിരിക്കും. കൊക്ക് എത്ര കുളം കണ്ടതാ, കുളം എത്ര കൊക്കിനെ കണ്ടതാ. ഇത് വല്ലതും ഉമ്മാർക്കറിയോ? താമ്പാ നോക്കാം. കാര്യങ്ങൾ ആലോചിച്ചു തുടങ്ങിയില്ല. അതിനു മുമ്പ് തിരിവ്. ബക്കറ്റ് തിരിവല്ല, ഒരു ദീപത്തിരിവ്. എടോ, തന്നെ പെറ്റിട്ടത് ഒരു തിരിവ് ബക്കറ്റിലാണോ? പഞ്ചായത്തിലെ എല്ലാ കുറുക്കന്മാരും ഉണ്ടല്ലോ. ഈ പുരി എപ്പോ ഇറങ്ങി? ആ കുമാരൻകുട്ടി, സതി മെമ്പറും കൂടെ ഉള്ള സ്ഥിതിക്ക് ആ പൊടിമില്ലിന്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ വെച്ചൊരു തീരുമാനം എടുത്താലോ? അങ്ങനെയാണെങ്കിൽ എല്ലാരും വാ, ഇവിടെ ഇരുന്ന് സംസാരിക്കാലോ. ഇക്കാര്യത്തിൽ ഇവിടെ നിന്നല്ല, ഏത് നരകത്തിൽ ചെന്ന് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാ വാ. ആ ഐഷ, പതിവ് പോലെ ഞങ്ങൾ ഇങ്ങോട്ട് കയറുകയാണ്. ആ വന്നോളൂ, എല്ലാരും വന്നോളൂ. നമസ്കാരം. ആ കവിതേ, ഇരിക്കെ പ്രതിപക്ഷ നേതാവേ. ഇരുന്നാട്ടെ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. ആ ഇരിക്കെ. ആ ഇരുന്നോളാം. പൊടിപ്പ് മില്ലിന് അനുമതി കൊടുക്കേണ്ടുന്ന കാര്യത്തിൽ ഇനി സതി മെമ്പറിന്റെ അഭിപ്രായമാണ് പ്രധാനമായും അറിയേണ്ടത്. ഈ കാര്യത്തിൽ എനിക്ക് ഒരു മാറ്റവും ഇല്ല. പ്രസിഡന്റ് ഇത് അനുവദിക്കണം. ഒന്നുമില്ലെങ്കിലും കുറെ പാവപ്പെട്ടവർക്ക് ജോലി കിട്ടുന്ന കാര്യമല്ലേ. അത് കാര്യമാണ്. പ്രിയപ്പെട്ട മെമ്പർമാരെ, നമ്മുടെ സ്വന്തം അമ്മ പെങ്ങന്മാർ ചെറുപത്തൂർ പഞ്ചായത്തിൽ ചെന്നാണ് ആറ്റുകയും അരയ്ക്കുകയും പൊടിക്കുകയും ചെയ്യുന്നത്. എത്ര കാലമായിട്ടുള്ള കഷ്ടപ്പാടാ. അതിന്റെ പേരിൽ പലതരത്തിലുള്ള പീഡനങ്ങളാണ് നമ്മുടെ അമ്മ പെങ്ങന്മാർ ആ പഞ്ചായത്തിലുള്ള വോട്ടർമാരിൽ നിന്നും നേരിടുന്നത്. അതുകൊണ്ട് ബാസിലേൻ പ്രസിഡന്റ് ഈ മൂരാച്ചി സ്വഭാവം മാറ്റിക്കൊണ്ട് ഈ പൊടിപ്പുമില്ല അനുവദിക്കണമെന്ന് ഞാൻ ഉറക്കെ ആവശ്യപ്പെടുകയാണ്. ഉറക്കെ. നമ്മുടെ നാട്ടിൽ എന്തെന്ത് അക്രമ സംഭവങ്ങളാണ് പൊടിമില്ലിന്റെ പേരിൽ നടക്കുന്നതെന്ന് അറിയാമോ? എന്താക്രമം? മാവാട്ടാൻ പോയ പെൺകുട്ടി മില്ലുകാരനുമായി ഒളിച്ചോടി. നിങ്ങൾക്കറിയാമോ എത്ര ചെറുപ്പക്കാർക്കാണ് പൊടി ശ്വാസകോശത്തിൽ കയറി രോഗമുണ്ടായിട്ടുള്ളത്? ആ പൊടി കയറിയിട്ടാണോ മെമ്പർക്ക് ശ്വാസം കിട്ടാത്തത്? അതും കൂടാതെ എല്ലാ രോഗങ്ങൾക്കും മൂല കാരണം ശബ്ദ മലിനീകരണമാണെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. ഏത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. പോടോ. ബാച്ച് മെമ്പർക്ക് സംസാരിക്കാനുള്ള അവസരം അനുവദിക്കണം. പത്രോസ് മെമ്പർ മാന്യമായി സംസാരിക്കണം. താനെന്നെ അന്തസ്സും മര്യാദയും പഠിപ്പിക്കാനോടോ? ഞാൻ തന്നെ കാണിച്ചു തരാടോ. എന്നോടാണോ തന്റെ കളി? താൻ ഒരുപാട് കാണിക്കും. തന്റെ തറപ്പരിപാടിയൊന്നും ഇവിടെ കാണിക്കല്ലേ. താൻ പോടോ. ഉറക്ക മെമ്പറെ. കത്തും മുക്കും മെമ്പറെ. ഇരിക്കണോ. ആൻഡ്രൂസോട് തന്റെ തറപ്പരിപാടി കാണിക്കരുതേ. എല്ലാരും ഒന്ന് ശാന്തരാകെ. അതെ എല്ലാരും ഒന്ന് ഇരിക്കടോ. ഇരിക്കാൻ പറ. നാട്ടിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നാലും അതിനൊക്കെ തുരങ്കം വയ്ക്കുന്ന ഒരു പ്രസിഡന്റാണ് നമുക്കുള്ളതിപ്പോ. ആശ്വാസമായടോ. അവസാനം അവർ സമ്മതിച്ചല്ലോ, ഞാൻ തുരങ്കമൊക്കെ ഉണ്ടായി കൊടുക്കുന്ന പ്രസിഡന്റാണെന്ന്. ഇനി ഈ കാര്യത്തിൽ ചർച്ച വേണ്ട. വിഷയം വോട്ടിനിടാം. എന്താ പ്രസിഡന്റ്? വോട്ടിനിടാം. എന്താടോ, ഈ പഞ്ചായത്തിൽ പൊടിപ്പ് മില്ല് വേണമെന്നുള്ളവർ കൈപൊക്കേട്ടെ.
പൊക്ക്. പൊക്ക്. സത്യം പറ ഇങ്ങോട്ട് പൊക്കു മെമ്പറേ. എന്താ ഇത്ര ആലോചിക്കാൻ? പൊക്ക് പൊക്കു മെമ്പറേ. പൊടുപ്പ് നില്ലിനോട് യോജിപ്പുള്ള സതി മെമ്പർ കൈ പൊക്കണം. എന്നെ നോക്കട്ടെ. 1 2 3 4 പൊടിപ്പൂല് പൊട്ടി. സതി മെമ്പറെ, ഇത് വലിയൊരു ചതിയായി പോയി കേട്ടോ. കുടുംബത്ത് പിറക്കാത്തവർ ഈ സ്ഥാനത്തിരിക്കുന്നോണ്ടുള്ള കുഴപ്പാ. പിന്നെ തന്റെ ഒരു കുടുംബ മഹിമ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കരുത്. താൻ പോടോ വാലാട്ടി. സതി മെമ്പറേ, ഇതേതായാലും ഒരുമാതിരി മറ്റേ പരിപാടി ആയിപ്പോ കേട്ടോ. എന്തോന്നാണോ പറഞ്ഞത്? ആ പറയല്ല, കാണിച്ചു തരാം. അയ്യോ. പൊക്കു മെമ്പറേ കത്തൻ. മടിക്കണ്ട മെമ്പറേ. ഇവിടെ ഇത് പഞ്ചായത്ത് ഓഫീസല്ലേ, ചായക്കട, സ്ത്രീകളൊക്കെ നിൽക്കും. മാത്രം കൂറ്റാടി പ്രസിഡന്റ് രാജിവെക്കുക. ബഹ്റൈൻ പ്രസിഡന്റ് രാജിവെക്കുക. പൊടുപ്പ് നില്ല് അനുവദിക്കുക. കൂറ്റാടി പ്രസിഡന്റ് രാജിവെക്കുക. സൈലൻസ്. എന്തോ സൈലന്റ്? ഞാൻ രാജിവെച്ചിട്ടെ താനിപ്പോ അങ്ങനെ ഉണ്ട്. എല്ലാരും പോയി. ഇനി ഇത്ര കിടന്ന് വെള്ളം വെക്കുന്നേ. ഓഹോ, പോയോ? വാ പോകാം. ഒന്ന് ഉഷാറായി വന്നായിരുന്നു. അപ്പോഴത്തേക്കും പ്രസിഡന്റ് ഇറങ്ങി സ്ഥലം വിട്ടു. ഒരു പണിയില്ലാതെ ഇറങ്ങിക്കോളും കാലത്ത് തന്നെ എല്ലാം കൂടെ. ഇതെന്താണ് നിയമസഭയാ? ഉമ്മ, നിങ്ങൾ എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? എടാ മോനെ ശുക്കൂറെ, അന്റെ ബാപ്പാനെ കണ്ടുപിടിക്കാൻ CBI വരാൻ പോണൂന്ന്. ആരാണമ്മ? സേതുരാമയ്യരോ? അതാരാടാ? അയാളല്ലേ അമ്മ CBI. ആണാ? എന്നാ അയാള് തന്നെ. ഉമ്മ ഒന്നും മിണ്ടണ്ട. CBIക്കാര് കൊണ്ടുവരുമ്പോഴേ പാപ്പനെ നമുക്കങ്ങ് പിടിച്ചോണ്ട് വരാം. ഉമ്മ ഇങ്ങോട്ടൊന്ന് വാ. ഉമ്മ പരിയുന്നു. ഉമ്മ, നിങ്ങൾ എന്താണ് ഈ ആലോചിക്കണത്? അല്ല, അന്റെ ബാപ്പാനെ CBI പിടിച്ചോണ്ട് വരുമല്ലോ അല്ലേ? ഒരേ ചെയ്യും, പിടിക്കുകയും ചെയ്യും. ആണാ? കമോൺ. ഈ സ്ത്രീകൾ അധികാരത്തിൽ വന്നിട്ട് എങ്ങനെയുണ്ട് മെമ്പറെ? വരട്ടടോ, എല്ലാരും വരട്ടെ. ആകെ ഒരു പളവളപ്പ്, മൊത്തത്തിലൊരു വർണ്ണമേളം. അത്രയുള്ളോ? എടോ, നമ്മുടെ ഇന്ദിരാഗാന്ധി ഒരു സ്ത്രീയല്ലേ? മാർഗരറ്റ് താച്ചർ ഒരു സ്ത്രീ അല്ലായിരുന്നു? എടോ, സ്ത്രീകൾ പൊതുരംഗത്ത് വരട്ടടോ. ചില മൂരാച്ചികൾക്ക് സ്ത്രീകൾ അധികാരത്തിൽ വരുന്നില്ല അത്ര താല്പര്യം പോരാ. എന്നും അവരെ അടിച്ചമർത്തി കളയാമെന്നാണ് ഭാവം. അതൊന്നും നടക്കൂല. പക്ഷെ ഈ സതി മെമ്പറൊക്കെ വന്നിട്ട് എന്താ ഗുണം? എടോ, സ്ത്രീകൾ ഭരണരംഗത്ത് വരണം, അടുക്കളയിൽ നിന്നിറങ്ങി വരണം.
പക്ഷേ അത് അണിയലിരിക്കുന്ന കെട്ടിയവന്മാരുടെ പിൻഭരണമാകരുത്. അവന്മാര് പലതും പറയും, ഇവിടുന്നാര് അത് കേൾക്കും. അത് പറ്റൂല. ബിനാമി ഭരണം ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഭരിക്കുന്ന നല്ലത്. തനിക്കറിയോ, ഒരു കുടുംബം നയിച്ചുകൊണ്ട് പോകാൻ പെണ്ണിന് കഴിയുമെങ്കിൽ നാട് ഭരിക്കാനും അവൾക്ക് കഴിയും. അവസരങ്ങൾ കൊടുക്കത്തില്ല അല്ലേ? എന്നായാലും കൊടുത്തേ മതിയാകൂ. പക്ഷേ ഭരിക്കുന്ന പെണ്ണുങ്ങൾ അഴിമതിക്കാരാകരുത്. അവർ അഴിമതിക്കാരായാൽ ആണുങ്ങളെക്കാൾ ദൂഷ്യമാകും. അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. ശരിയാ മെമ്പറേ, എന്നാ പോട്ടെ. ഓക്കെ. ഇതാരും മനോഹരനോ? എന്റെ മെമ്പറെ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്ന ലക്ഷണമില്ല. എടോ, തന്റെ കാര്യത്തിൽ മാത്രമല്ല, പല ആഗോള പ്രശ്നങ്ങൾക്കും തീരുമാനമാകുന്നില്ല. ഇസ്രായേലും പാലസ്തീനുമായിട്ട് എത്രയോ നാളായി തുടങ്ങിയ പ്രശ്നമാണ്. വല്ല പരിഹാരമായോ? നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? വല്ല പരിഹാരമായോ? പിന്നെ നമ്മുടെ മുല്ലപ്പെരിയാറ് പരിഹാരം വല്ലതുമായോ? അതിന്റെ ഇടയില്ലാതെ എന്റെ ഒരു പൊടിപ്പുമില്ല. എന്റെ അരിപ്രശ്നമാണ്. നേരെ ചൊവ്വേ നടക്കുന്ന ലക്ഷണമില്ല. എന്തെങ്കിലും കുറുക്കു വഴി നോക്കിയാലോ? അങ്ങനെ വഴിക്ക് വാടും. ഇവിടെ നേരെ ചൊവ്വയൊന്നും നടക്കൂല. കണ്ടില്ലേ ആ അജിത ആളെ ചേർക്കുന്നത്? ഈ പ്രായത്തിലും കറണ്ട് പദ്ധതിയിൽ അവൾ എത്ര രൂപ ഒപ്പിച്ചെന്നറിയോ? അവളുടെ ഹെഡ് എങ്ങ ബാംഗ്ലൂരാ. ഹെഡോ? എടോ, ഹെഡ് എന്ന് പറഞ്ഞാൽ ഇവളുടെ മൂത്തത് വേറൊന്ന് അവിടെ ഉണ്ട്. ഇവള് വെറും ഒരു അശു. ബാംഗ്ലൂരിൽ നിന്ന് അവള് പറയുന്നത് പോലെയാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത്. അത്രമാത്രം. അങ്ങനെ നമ്മൾ പലതരം കറക്കി കമ്പനികളിൽപ്പെട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടുമാരും നമ്മളെ കറക്കി കാശുണ്ടാക്കുന്നു. കാശ് കുറെ വന്നു കഴിയുമ്പോ എവിടും സൂപ്പർ സ്റ്റാർ ആവും. പിന്നെ എവളുടെ ഓട്ടോഗ്രാഫിന് പിറകെ തള്ളായിരിക്കുമെന്നേ. അതാണതോ മലയാളികള്. എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കുന്നതിനെ രാജാവാക്കും. എന്നിട്ട് അവനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കും. കാശില്ലാതാകുമ്പോ അവനെ താഴെ ഇട്ട് ചവിട്ടും. താനും 10 കാശുണ്ടാക്കേ. അപ്പൊ അതിന് പൊടിപ്പുമില്ല തുടങ്ങണം. പിന്നെ കാശ് വന്നു കയറില്ലേ? ഇവിടെ കാശ് കയറണമെങ്കിൽ കാശ് എറിയണം. തന്റെ പഴയ പൊടിപ്പുമില്ല. അത് പട്ടത്ത് കടവില്ല, അത് പൂട്ടിയിരിക്കുക. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? ഒന്ന് കണ്ടിരിക്കാലോ? പിന്നെന്താ? ഹലോ, ഒന്ന് നിന്നേ. ആ കൈ ഒന്ന് നീട്ടിയേ. എന്താ താൻ സ്കൂൾ മാസ്റ്ററാണോ? കൈ നീട്ടി. അല്ല, ഞാനെന്തിനു കൈ നീട്ടണം? നിങ്ങളോട് പറഞ്ഞത് കേട്ടാ മതി. ഇതെന്തോന്ന്? അഫ്ഗാനിസ്ഥാനോ താലിബാനോ? കൈ നീട്ടില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? മെമ്പർ ഇതിൽ ഇടപെടരുത്. ഞങ്ങൾക്ക് ഇയാളെ കുറിച്ച് ചില സംശയങ്ങളുണ്ട്. ഞാനെന്തോ ചെയ്യുന്നതായി പറയുന്നേ? ഇന്നലെ വൈകിട്ട് നിങ്ങളൊരു കറുത്ത പ്ലാസ്റ്റിക് കവറുമായി കവലയിലൂടെ പോയില്ലേ? പോയിരുന്നു. അതും കൈയും തമ്മിൽ എന്താ ബന്ധം? ആ കവറിൽ എന്തായിരുന്നു? അത് ഇത്തിരി ഇറച്ചിയും കുറച്ച് മലക്കറി. അതെന്ത് ഇറച്ചിയായിരുന്നു? ഇത്തിരി ചിക്കൻ. ഇളയ കൊച്ചിന് ചിക്കൻ വറുത്തത് ഭയങ്കര ഇഷ്ട. അല്ല, അത് ചിക്കൻ അല്ല. ചേടാ, ഇതെന്താ ഒരുമാതിരി പോലീസുകാർ ചോദിക്കുന്ന പോലെ? അയാൾ എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചോട്ടെന്ന്. അങ്ങനെ എന്തേലും വാങ്ങിക്കാൻ ചാത്തനാപുരത്ത് നടക്കത്തില്ല. ഇന്നലെ ഇയാള് വാങ്ങിയതേ ബീഫായിരുന്നു. ബീഫ്. ഇന്നലെ നിങ്ങളുടെ വീടിനടുത്തൂടെ പോയപ്പോ ബീഫിന്റെ മണം ഞങ്ങൾ പിടിച്ചതാ. വിടില്ല. അതാണ് കാര്യം. ബീഫ് പ്രശ്നം. എടോ, അതിന് ഇയാളുടെ കൈ പിടിച്ച് നോക്കിയിട്ട് എന്താ കാര്യം? കൈമണപ്പിച്ചാൽ അറിയാം ബീഫാണോ ചിക്കനാണോന്ന്. മണ്ടന്മാര്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഈ കൈ കൊണ്ട് എന്തെല്ലാം പണി ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? അതെല്ലാം മണപ്പിച്ചാൽ കിട്ടുമോ? ഓ, ഇതെന്തൊരു കാലം! കഴിക്കാനും സമ്മതിക്കില്ല. പോയെ വിട്ടോ വെറുതെ മനുഷ്യനെ നനക്കിടത്താതെ. അയാൾ ചിക്കനാ കഴിച്ചത്. ഇന്നലെ ഞാനും ഇയാളുടെ വീട്ടിലാണ് ഊണ് കഴിച്ചത്. എന്താ വിശ്വാസമായില്ലേ? മെമ്പർ പറഞ്ഞ വിശ്വാസമാണ്. വാ, നമുക്ക് പോവാം. നേരെ ചൊവ്വേ കഴിക്കാനോ ഇല്ല. അതിനിടയ്ക്ക് നമ്മൾ എന്ത് കഴിക്കണമെന്ന് മറ്റുള്ളവന്മാരാ തീരുമാനിക്കുന്നത്. എന്തൊരു കാലം! അല്ല മെമ്പറെ, എന്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ ഇന്നലെ മെമ്പർ വന്നായിരുന്നു. ഇങ്ങനെ ഒരു തിരുമണ്ടൻ.
എടോ ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ ഇപ്പോൾ ബീഫായനെ. എന്തായനെ? ബീഫായില്ല. താൻ വാ. ഉമ്മ, പാപ്പാനെ CBI കണ്ടുപിടിച്ചു കഴിഞ്ഞാ പാപ്പാനെ നമുക്ക് നമ്മുടെ കൂടെ നിർത്തണം. അവർക്ക് വിട്ടുകൊടുക്കരുത്. അതിനുള്ള പണിയൊക്കെ ഈ ഉമ്മയ്ക്കറിയാടാ. മൂപ്പരെ CBI ഒന്ന് കണ്ടെത്തിക്കോട്ടെ. അല്ലെങ്കിൽ മെടുക്കിയ അതുകൊണ്ടാണല്ല മീൻകാരിയായിരുന്ന മേരി കുഞ്ഞിക്കാതറിനെ വലവീശി പിടിച്ചത്. ചക്ക, നീ അങ്ങനെ ഉമ്മാനെ കളിയാക്കൊന്നും വേണ്ട. അന്റെ വാപ്പാനെ ഞാൻ വലവീശി പിടിച്ചത് തന്നെയാ. അതെങ്ങനെയാ ഉമ്മ? മൂപ്പരെ അന്ന് കണ്ട പ്രേം നസീറിന്റെ പോലെയായിരുന്നു. ആരും മോഹിച്ചു പോവും. അപ്പൊ ഉമ്മ ഫിലോമിനെ പോലായിരുന്ന? അല്ല, ഷീലയെ പോലായിരുന്ന? എവിടെ? ഓ, ഞാനന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്നാലും ക്രിസ്ത്യാനിയായ ഉമ്മ എങ്ങനെ കുഞ്ഞിക്കാതറിനെ വലവീശി പിടിച്ചെന്നാ? അതൊരു ബമ്പം കഥയാണ് മോനെ. ഒരു വടക്കം വീരഗാഥ.